മാധ്യമം പോഡ്കാസ്റ്റ്. മാധ്യമം എഡിറ്റോറിയൽ 2026 ഓഗസ്റ്റ് 22 ശനി. PM ശ്രീ പദ്ധതി നടപ്പാക്കാത്ത സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രവിഹിതം നിഷേധിക്കുന്ന ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി 35,000-ഓളം സ്കൂളുകൾ അടച്ചുപൂട്ടാൻ ഒരുമ്പെടുന്ന അക്ഷരവൈരികളിൽ നിന്നും എന്ത് നന്മ പ്രതീക്ഷിക്കാൻ എന്ന് ചൂണ്ടിക്കാണിക്കുന്നതാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. മറക്കരുത് ഈ രക്തസാക്ഷിയെ. അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും വിശ്വാസങ്ങൾ പിൻപറ്റുന്നതിനും എല്ലാത്തിനും ഉപരി അന്തസ്സായി ജീവിക്കുന്നതിനും അവകാശം ഉറപ്പാക്കപ്പെട്ട മതനിരപേക്ഷ ജനാധിപത്യ ഇന്ത്യ സ്വാതന്ത്ര്യലബ്ധിയുടെ 80-ാം വാർഷികം കൊണ്ടാടവേ പശ്ചിമ ബംഗാളിലെ ബുർദ്വാൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഷെയ്ഖ് മുഹമ്മദ് മഫീഖ് എന്ന 51 വയസ്സുകാരൻ മർദ്ദനമേറ്റ മുറിവുകളുമായി അന്ത്യശ്വാസം വലിക്കുകയായിരുന്നു. ന്യൂനപക്ഷ ദളിത് സമൂഹങ്ങളിൽ നിന്നുള്ള മനുഷ്യർ ആൾക്കൂട്ട മർദ്ദനങ്ങൾക്കും അറുകൊലപാതകത്തിനും ഇരയാവുന്നത് വർത്തമാനകാല ഇന്ത്യയിൽ ഒരു വാർത്തയേയല്ല. എന്നാൽ ഷെയ്ഖ് മഫീഖ് കൊല്ലപ്പെട്ടതിന്റെ മുഖ്യ കാരണം മതസ്വത്വമല്ല, മറിച്ച് ഇന്ത്യൻ ജനാധിപത്യത്തിലും ഭരണഘടനയിലും അദ്ദേഹത്തിന്റെ മകൻ പുലർത്തിയ അമിത വിശ്വാസമാണ്. രാജ്യത്തിന്റെ വിദ്യാഭ്യാസ നിലവാര തകർച്ചയുടെ ഉത്തരവാദികളിൽ ഒരാളായ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്ക് വഴിയൊരുക്കും വിധം ഡൽഹിയിൽ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകിയ കോക്രോച്ച് ജനതാ പാർട്ടി CJPയുടെ പ്രവർത്തകനാണ് ഷെയ്ഖ് മഫീഖിന്റെ മകൻ ഷെയ്ഖ് അബ്ദുൾ ഹഫീസ്. ഡൽഹിയിലെ സമരത്തിൽ പങ്കെടുത്ത് ബംഗാളിലേക്ക് മടങ്ങിയ ഹഫീസ് സംഘടന നിർദ്ദേശിച്ചത് പ്രകാരം പണ്ട് താൻ പഠിച്ച കരീംസുന്ദ പശ്ചിം പാര പ്രൈമറി സ്കൂളിലെത്തി. അവിടുത്തെ പോരായ്മകൾ ഫോണിൽ പകർത്താൻ ഹെഡ്മാസ്റ്ററോട് അനുമതി തേടി. പിന്നീട് വരാൻ പറഞ്ഞ് ഹെഡ്മാസ്റ്റർ മടക്കി അയച്ചു. അന്ന് രാത്രി BJP പ്രവർത്തകർ ഹഫീസിനെ വീട് കയറി മർദ്ദിക്കാൻ മുതിർന്നു. ഡൽഹി സമരത്തിൽ പങ്കെടുത്തതിനും സ്കൂളിന്റെ ശോച്യാവസ്ഥ പകർത്താൻ ശ്രമിച്ചതിനും മാപ്പ് പറഞ്ഞ് വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്ന് ശഠിച്ചു. മകനെ ഉപദ്രവിക്കുന്നത് കണ്ട് തടുക്കാനെത്തിയ ഷെയ്ഖ് മഫീഖിനെ ഇരുമ്പ് വടി കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചു. പോലീസിൽ വിളിച്ചറിയിച്ചെങ്കിലും 2 മണിക്കൂർ കഴിഞ്ഞാണ് ഏമാന്മാർ എത്തിയത്. ആശുപത്രിയിൽ എത്തിച്ച് മുറിവ് വെച്ചുകെട്ടിയെങ്കിലും സുരക്ഷ നൽകാൻ പോലീസ് വിസമ്മതിച്ചതിനാൽ മഫീഖിനെ കുടുംബം വീട്ടിലേക്ക് കൊണ്ടുവന്നു. ആരോഗ്യനില വഷളാവുകയും രക്തസമ്മർദ്ദം അധികരിക്കുകയും ചെയ്തതിനെ തുടർന്ന് പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോയെങ്കിലും ഉയിരറ്റ ദേഹമാണ് വീട്ടിലേക്ക് മടങ്ങിയത്. അടിസ്ഥാന സൗകര്യങ്ങൾ തികച്ചും അപര്യാപ്തമായതും ഏത് സമയവും നിലംപൊത്തുമെന്ന മട്ടിലുള്ളതുമായ ആയിരക്കണക്കിന് സർക്കാർ സ്കൂളുകളാണ് രാജ്യത്തുള്ളത്. പാലമോ ജലഗതാഗത സൗകര്യമോ ഇല്ലാത്ത നിറഞ്ഞൊഴുകുന്ന പുഴ നീന്തിക്കടന്ന് വിദ്യാഭ്യസിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളും എമ്പാടുമുണ്ട്. CJPയുടെ സമരത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ചില സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധമുയർത്തുകയും പരിഹാര നടപടികൾക്ക് അധികൃതർ സന്നദ്ധമാവുകയും ചെയ്ത സംഭവങ്ങൾ ഈയിടെ വാർത്തയായിരുന്നു. ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് നീറ്റ് അഴിമതിക്കെതിരായ യുവജന മുന്നേറ്റത്തിന്റെ തുടർച്ചയെന്നോണം സ്കൂൾ ഠീക് കരോ, വിദ്യാലയങ്ങൾ നന്നാക്കൂ എന്ന ക്യാമ്പയിന് CJP തുടക്കമിട്ടത്. ഓരോ പ്രദേശത്തെയും സ്കൂളുകൾ സന്ദർശിച്ച് സൗകര്യങ്ങൾ വിലയിരുത്തി വിഷയം അധികാരികളുടെയും പൊതുസമൂഹത്തിന്റെയും ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ലക്ഷ്യമിടുന്ന ക്യാമ്പയിനെ തങ്ങളെ താറടിക്കാനുള്ള നീക്കമായാണ് സംഘ് പരിവാർ കാണുന്നത്. രാജ്യത്തിന്റെ ഭാവി തലമുറയിലും വരും തലമുറയുടെ വിദ്യാഭ്യാസ മികവിലും തരിമ്പ് താല്പര്യമുണ്ടായിരുന്നെങ്കിൽ രാജ്യം ഭരിക്കുന്ന കക്ഷിക്ക് ഏറ്റെടുക്കാവുന്ന ഒരു മാസം കൊണ്ട് മറികടക്കാവുന്ന ലക്ഷ്യമാണിത്. പക്ഷേ PM ശ്രീ പദ്ധതി നടപ്പാക്കാത്ത സംസ്ഥാനങ്ങൾക്ക് വിദ്യാഭ്യാസ വികസനത്തിനുള്ള കേന്ദ്ര വിഹിതം പോലും നിഷേധിക്കുന്ന ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി രാജ്യമൊട്ടുക്ക് 35,000-ഓളം സ്കൂളുകൾ അടച്ചുപൂട്ടാൻ ഒരുമ്പെടുന്ന അക്ഷരവൈരികളിൽ നിന്നും എന്ത് നന്മ പ്രതീക്ഷിക്കാൻ? രാജ്യത്തെ സ്കൂളുകൾ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും രാജ്യവിരോധികളായ ചിലരാണ് സ്കൂളുകളിൽ അപാകതയുണ്ടെന്ന് പ്രചരിപ്പിക്കുന്നതെന്നുമാണ് സംഘ് പരിവാറിന്റെ അവകാശവാദം. ഇന്നലെ രാജസ്ഥാനിലെ കൻവാർപുര ഗ്രാമത്തിലെ സ്കൂൾ സന്ദർശിക്കാൻ പുറപ്പെട്ട CJP ദേശീയ വക്താവ് അശുതോഷ് റംഗയെയും സഹപ്രവർത്തകരെയും സംഘ് പരിവാർ അനുകൂലികൾ കയ്യേറ്റം ചെയ്യാൻ മുതിർന്നു. CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ മഹാരാഷ്ട്രയിലെ തന്റെ ഗ്രാമത്തിലെ സ്കൂളിലെത്തി അപര്യാപ്തത ചൂണ്ടിക്കാണിച്ച് പരിഹാര നടപടികൾ ആവശ്യപ്പെട്ടതിനെ രൂക്ഷമായി വിമർശിച്ച് RSS മുഖപത്രം ലേഖനവും എഴുതിയിട്ടുണ്ട്. രക്ഷകർത്താവോ ഉദ്യോഗസ്ഥനോ അല്ലാത്ത ദീപ്കയ്ക്ക് സ്കൂളിൽ കയറി പരിശോധന നടത്താനും വീഡിയോ പകർത്താനും നിയമപരമായി എന്തവകാശമെന്നാണ് ഹിന്ദുത്വ ക്യാമ്പിന്റെ ചോദ്യം. കുഞ്ഞുങ്ങളുടെ ശോഭന ഭാവിയും രാജ്യത്തിന്റെ പുരോഗതിയും ഉറപ്പാക്കാൻ ജനം വോട്ട് ചെയ്ത് അധികാരത്തിലേറ്റിയ മന്ത്രി പ്രമുഖർക്കില്ലാത്ത ഔത്സുക്യം യുവജന സംഘടനാ പ്രവർത്തകർ പുലർത്തുന്നതാണ് അധിക പ്രസംഗമായി അവർ കരുതുന്നത്. ഹിന്ദുത്വ അക്രമികൾ അടിച്ചുകൊന്ന പിതാവിന് നീതി തേടിക്കൊണ്ട് ഷെയ്ഖ് അബ്ദുൾ ഹഫീസ് പറഞ്ഞത് എത്ര പണം ലഭിച്ചാലും പിതാവ് നഷ്ടപ്പെട്ടതിന് പരിഹാരമാവില്ലെന്നും അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായി ഗ്രാമത്തിൽ മികച്ച സൗകര്യങ്ങൾ അടങ്ങുന്ന സ്കൂൾ സ്ഥാപിക്കാൻ സർക്കാർ തയ്യാറാവണം എന്നുമാണ്. സ്കൂൾ പണിതാലും ഇല്ലെങ്കിലും രാജ്യത്തെ കുഞ്ഞുങ്ങൾക്ക് അന്തസ്സോടെ പഠിക്കാനുള്ള അവകാശത്തിന് വേണ്ടി ജീവൻ കൊടുത്ത രക്തസാക്ഷിയെ ഷെയ്ഖ് മുഹമ്മദ് മഫീഖിനെ നമ്മൾ ഒരിക്കലും മറന്നുകൂടാ. മാധ്യമം പോഡ്കാസ്റ്റ്.